കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയം നിറഞ്ഞവരെ, പരിശുദ്ധ അമ്മയെ ധ്യാനിക്കുന്ന, വണങ്ങുന്ന ഈ മെയ് മാസത്തിൽ അമ്മയുടെ ജീവിതത്തെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അമ്മയുടെ നല്ല ഗുണങ്ങളെ സ്വീകരിക്കാൻ ശ്രമിക്കാം. കഷ്ടതകൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, അസ്വസ്ഥതകൾ ജീവിതത്തിൽ നിറയുമ്പോൾ, നിരാശകളിലൂടെ, വേദനകളിലൂടെ, രോഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നല്ല മനസ്സോടെ, നിറമനസ്സോടെ അവയെ സ്വീകരിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചുരങ്ങിയ ഒരു മനസ്സ് നമുക്ക് ആവശ്യമാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഗബ്രിയേൽ മാലാഖ കൊണ്ടുവരുന്ന സന്ദേശം അത്ര നല്ല സന്ദേശമായിരുന്നില്ല. അമ്മയെ കഷ്ടതയുടെ ദിനങ്ങളിലൂടെ കടത്തിവിടുന്ന, അസ്വസ്ഥതയുടെ മേഘങ്ങൾ ഉരുണ്ടുകൂടുന്ന സന്ദേശമായിരുന്നു. പക്ഷേ അമ്മ അത് നല്ല മനസ്സോടെ, നിറമനസ്സോടുകൂടി അമ്മയ്ക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞത് പ്രാർത്ഥിച്ചൊരുങ്ങിയ ഒരു ജീവിതവും മനസ്സും അമ്മയ്ക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ അമ്മയുടെ മക്കളായ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ വേദനകളിലൂടെ, കഷ്ടതകളിലൂടെ, അസ്വസ്ഥതകളിലൂടെ, നിരാശകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവയെ നല്ല മനസ്സോടെ സ്വീകരിക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ അമ്മയെപ്പോലെ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. അവിടെയാണ് വണക്കമാസ പ്രാർത്ഥനകളുടെയും ജപമാല പ്രാർത്ഥനകളുടെയും വ്യക്തിപരമായ പ്രാർത്ഥനകളുടെയും എല്ലാം പ്രാധാന്യം കാണുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആത്മഫലം നൽകുന്ന ഒരു ആത്മാഭിഷേകം പകരാനുള്ള കഴിവ് ഈ പ്രാർത്ഥനകൾ കൊണ്ട് പ്രിയ നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ പ്രതിസന്ധികളിൽ തളരാതിരിക്കുവാൻ നമുക്കൊരു ആത്മഫലം ആവശ്യമാണ്, ഒരു ആത്മധൈര്യം നമുക്ക് ആവശ്യമാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ഫലമാണ്. ഈ ആത്മഫലവും ആത്മധൈര്യവും ആത്മാഭിഷേകവും ഒക്കെ പകരുന്ന പ്രാർത്ഥനകളാണ് ഈ വണക്കമാസ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത്. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ, ജപമാല പ്രാർത്ഥനകൾ, അത് സ്നേഹത്തിൽ കൊരുത്തെടുത്ത പ്രാർത്ഥനകളാണ്. അമ്മയെ സ്നേഹിക്കുന്ന പ്രാർത്ഥനകളാണ്. അത്രമാത്രം ഇഷ്ടപ്പെട്ട് രചിക്കപ്പെട്ട പ്രാർത്ഥനകളാണ്. അപ്പം അത്രമാത്രം അമ്മയെ സ്നേഹിക്കുന്ന പ്രാർത്ഥനകൾ നമ്മൾ ഉരുവിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മെ തള്ളിക്കളയാൻ സാധിക്കുക, നിരസിക്കാൻ സാധിക്കുക? ഒരിക്കലും അമ്മ നമ്മെ നിരസിക്കുകയില്ല പ്രിയ നിറഞ്ഞവരെ. ഒരിക്കലും അമ്മ നമ്മെ തള്ളിക്കളയുകയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് വിഷമസന്ധികളിലും അമ്മയുടെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമ്മുടെ കൂടെ നിൽക്കും, ബലം നൽകിക്കൊണ്ട്, ആത്മധൈര്യം നൽകിക്കൊണ്ട്. അത് പരിശുദ്ധാത്മാവിന് വലിയ അഭിഷേകമായി മാറും. അമ്മയുടെ സാന്നിധ്യമുള്ളിടത്തെല്ലാം തന്നെ പരിശുദ്ധാത്മാവിന് ശക്തമായ അഭിഷേകം കടന്നു വരും പ്രിയ നിറഞ്ഞവരെ. ഈ മെയ് മാസ വണക്കമാസ പ്രാർത്ഥനകളിലൂടെ ആത്മാവിലും ശരീരത്തിനും മനസ്സിനും ആത്മബലം സ്വന്തമാക്കുന്ന, ആത്മാഭിഷേകം സ്വന്തമാക്കുന്ന മക്കളായി നമുക്ക് മാറാം. പരിശുദ്ധ അമ്മയെപ്പോലെ പ്രാർത്ഥിച്ചൊരുങ്ങിയ ഒരു മനസ്സിൽ ജീവിതത്തിൻ്റെ കഷ്ടതകളെയും സഹനങ്ങളെയും വേദനകളെയെല്ലാം സ്വീകരിച്ചുകൊണ്ട് ദൈവകൃപകളാക്കി നമുക്കതിനെ രൂപാന്തരപ്പെടുത്താം. തീർച്ചയായും ദിവ്യകാരുണ്യ യേശു അതെല്ലാം രൂപാന്തരപ്പെടുത്തും. പ്രാർത്ഥിച്ചൊരുങ്ങിയ മനസ്സോടുകൂടിയാണ് നീ അവ സ്വീകരിക്കുന്നതെങ്കിൽ ഈശോനാഥൻ അവയെല്ലാം കൃപകളായി മാറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്ക് നൽകുന്ന വലിയൊരു മാതൃകയാണത്. അമ്മയെപ്പോലെ നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഒരു മനസ്സ് ഈ മെയ് മാസ വണക്കമാസ പ്രാർത്ഥനകളും ജപമാല പ്രാർത്ഥനകളെല്ലാം ഒരു ആത്മബലത്തിലേക്ക്, ആത്മധൈര്യത്തിലേക്ക്, ആത്മാഭിഷേകത്തിലേക്ക് നമ്മെ നയിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോനാഥ, ഞങ്ങളുടെ ബലഹീനമായ ഈ ജീവിതങ്ങളിൽ ഒരുപാട് പ്രതിസന്ധികളും ആകുലതകളും കഷ്ടതകളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തെ അലട്ടുമ്പോൾ നിരാശപ്പെടാതെ, തളർന്നു പോകാതെ, പരിശുദ്ധ അമ്മയെപ്പോലെ പ്രാർത്ഥിച്ചൊരുങ്ങിയ ജീവിതം കൊണ്ടും മനസ്സുകൊണ്ടും അവയെ നേരിട്ട് കൃപയാൽ നിറയപ്പെടുന്ന, ചൈതന്യത്താൽ നിറയപ്പെടുന്ന മക്കളായി
ഈശോയെ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ. നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാ, നിന്റെ തളർച്ചയിലൊന്നു ചേരാ, നിന്നെ താരാട്ടു പാടിയുറക്കാം. ഇതാ ഇതാ നിന്റെ അമ്മ, നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാ, നിന്റെ തളർച്ചയിലൊന്നു ചേരാ, നിന്നെ താരാട്ടു പാടിയുറക്കാം. ഇതാ ഇതാ നിന്റെ അമ്മ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.